ഹലോ ഗായ്സ്, എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാമ്പഴ പുളിശ്ശേരി ആയിട്ടാണ്. 2-3 മാങ്ങ കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല, ഇന്ന് മാമ്പഴ പുളിശ്ശേരി ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. ഇതുപോലെ നമുക്ക് മാങ്ങൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തതുപോലെ ഒരു ചട്ടിയൊക്കെ വെച്ച് നമ്മളതിൽ 3 മാമ്പഴം വെച്ച് അതിൽ മുളക് പൊടി, ഉപ്പ്, 2 പച്ചമുളക് നടു കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നന്നായിട്ട് കിടന്ന് വേവട്ടെ. പഴുത്ത മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഈ സമയം നമുക്ക് മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ഇത്തിരി തേങ്ങ ഇട്ട് 1/2 സ്പൂൺ ചെറിയ ജീരകം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളക് 2ആക്കി മുറിച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ സമയം വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും വീഡിയോക്ക് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അരപ്പ് നമ്മുടെ വെന്തുകൊണ്ടിരിക്കുന്ന മാങ്ങയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് 4 മിനിറ്റ് നമ്മൾ അരപ്പൊന്ന് വെന്തതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ച് ബ്ലെൻഡ് ചെയ്ത തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വറവിലോട്ട് പോകാം. പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് താളിച്ചൊഴിക്കും കൂടി ചെയ്താൽ നമ്മളെ മാമ്പഴ പുളിശ്ശേരി റെഡി.